ഹായ്, ഞാൻ ആദിഷ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഡേറ്റിംഗ് എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരിക്കും, ഭയങ്കര ഫിയർ ആയിരിക്കും ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനും സംസാരിക്കാനും ഒക്കെ. അങ്ങനെയുള്ള ആളുകൾക്കും പുതിയ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ടോപ്പിക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാൻ ബോണസ് ആയിട്ട് ഒരു കാര്യം തരാം, എന്നിട്ട് നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി അത് നിങ്ങൾക്ക് കൂടുതൽ വാല്യൂ നൽകുന്നില്ല, പ്രയോറിറ്റി നൽകുന്നില്ല എന്നുള്ള ഒരു പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ വാല്യൂ ആൻഡ് പ്രയോറിറ്റി അഫർമേഷൻ എന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു അഫർമേഷൻ ഞാൻ അയച്ചു തരാം. ആ അഫർമേഷൻ എൻ്റെ ഫോളോവേഴ്സിന് മാത്രമാണ് കൊടുക്കുന്നത്. അത് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഉടനെ ഒരു 5 മിനിറ്റ്സ് മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുക. ഒരു 3 വീക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ വേണ്ട ആളുകൾ മെസ്സേജ് ഇട്ടോ. ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് തിരിച്ചു വരാം. ഇൻസെക്യൂരിറ്റീസ് ഉള്ള ആളുകൾക്ക് അത് മാറാനും പുതിയ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള അഫർമേഷൻസ്. ഒന്ന്, എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ പല ആളുകളുടെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കാണാൻ അത്ര പോരാ എന്നുള്ള ചിന്തയ്ക്കാണ് പലപ്പോഴും നമ്മളെ മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ചുറ്റുമുള്ള റിലേഷൻഷിപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഓരോരോ സൗന്ദര്യമാണ്. അത് കളറിലോ അല്ലെങ്കിൽ ബോഡി ഷേപ്പിലോ ഒന്നുമല്ല. ഓരോരുത്തരുടെയും ചിന്താഗതി ഡിഫറെൻ്റ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഞാനത്ര പോരാ അല്ലെങ്കിൽ എനിക്ക് ഭംഗിയില്ല എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടായിട്ട് നമ്മളാരും ഇഷ്ടപ്പെടാണ്ടിരിക്കണ്ട. ഓക്കെ, നമ്മളെങ്ങനെയോ ആയിക്കോട്ടെ. കാരണം നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. അത് സ്കിൻ കളർ എങ്ങനെ ആയിക്കോട്ടെ, ബോഡി ഷേപ്പ് എങ്ങനെ ആയിക്കോട്ടെ. അപ്പം അത് നമ്മൾ ലവ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ മാഗ്നറ്റിക് പവർ ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. എല്ലാവർക്കും എന്നോട് അട്രാക്ഷൻ തോന്നുന്നു എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ അഫർമേഷൻ ഒന്നുകൂടി പറയാം. എഴുതിയെടുക്കുക. നിങ്ങൾ എവിടെയെങ്കിലും ഇപ്പോൾ ഫ്രീ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഷെയർ ചെയ്തിട്ടിട്ട് ഫ്രീ ആവുന്ന സമയത്ത് ഇത് കണ്ട് എഴുതിയെടുക്കുക. എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, എല്ലാവർക്കും എന്നോട് അട്രാക്ഷൻ തോന്നുന്നു. ഇതാണ് ഒന്നാമത്തേത്. ഇനി രണ്ടാമത്തെ സെന്റൻസ് ഇതാണ്, ഒന്ന് എഴുതിയെടുത്തോളൂ. എല്ലാവരും നല്ല രീതിയിൽ എന്നെ ട്രീറ്റ് ചെയ്യുന്നതിന് ഞാൻ അർഹനാണ്. അതൊന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് എഴുതിയെടുത്തില്ലേ? എല്ലാ വ്യക്തികളും നമ്മളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. അതിന് അർഹതപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആളുകളൊക്കെ നമ്മളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു തോട്ട് വേണം. തോട്ടാണ് എല്ലാറ്റിൻ്റെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ തോട്ട് എന്ന് പറയുന്നത്, ആത്മവിശ്വാസത്തോടെ എല്ലാവരോടും സംസാരിക്കാൻ എനിക്ക് സാധിക്കുന്നു. പല ആളുകളും വിചാരിക്കുന്നത്, അതാദ്യം ഒന്ന് നോട്ട് ചെയ്യട്ടോ. നോട്ട് ചെയ്തതിനു ശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആത്മവിശ്വാസത്തോടെ എല്ലാവരോടും സംസാരിക്കാൻ എനിക്ക് സാധിക്കുന്നു. എഴുതിയെടുത്തോ. ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അഥവാ ഓരോ വ്യക്തികളോടും നമുക്ക് സംസാരിക്കാൻ ചില ആളുകൾക്ക് പേടിയാണ്, ഭയമാണ്. സംസാരിച്ചു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടില്ലേ എന്നൊക്കെയുള്ള ഫിയറാണ് ഉള്ളിൽ. പക്ഷെ നമ്മൾ ശീലിക്കുക. നമ്മുടെ ഉള്ളിലൊരു പിടുത്തുണ്ടെങ്കിലും നമ്മളത് ആക്ഷൻ എടുക്കുക. ഒരു ദിവസം ഒരു 2 പുതിയ ആളുകളോട് സംസാരിക്കുക. അങ്ങനെ അത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരിക. അപ്പം അതിന് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ അഫർമേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആത്മവിശ്വാസത്തോടെ എല്ലാവരോടും സംസാരിക്കാൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ളത്. നാലാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത് 3 എണ്ണം അതിൽ വരുന്നുണ്ട്. നാലാമത്തെ അഫർമേഷനാണ് പറയുന്നത്, ഒന്ന് എഴുതിയെടുത്തോ. ഐ ആം സെക്സി, ഐ ആം ഫൺ, ഐ ആം മാഗ്നറ്റിക്. ഈ 3 എണ്ണം നമ്മൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഐ ആം സെക്സി, ഐ ആം ഫൺ, ഐ ആം മാഗ്നറ്റിക്. അതും സോ പവർഫുൾ ആണ്. അത് ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. അതിൻ്റെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രത്തോളം രസം ഉണ്ടാവില്ല അത് ഉപയോഗിക്കാൻ. അപ്പോൾ ഐ ആം സെക്സി, ഐ ആം ഫൺ, ഐ ആം മാഗ്നറ്റിക്, അത് നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ യൂസ് ചെയ്യുക. അർത്ഥമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അഞ്ചാമത്തേത്, എല്ലാ ദിവസവും ഞാൻ സന്തോഷവാനാണ്. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മാഗ്നറ്റിക് പവർ ഉണ്ടാവും. മറ്റുള്ള ആളുകൾ നമ്മളിൽ അട്രാക്റ്റഡ് ആവും. നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ അവർ തയ്യാറാവും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ സന്തോഷവാനാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതി നമുക്ക് വേണം. അപ്പോൾ അത് അഫേം ചെയ്യാം. ആറാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലോട്ട് വരുന്നു, താങ്ക് യു ഗോഡ്.
എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലോട്ട് വരുന്നു, താങ്ക് യു ഗോഡ്. പുതിയ ഒരാൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു അഫർമേഷൻ കൂടി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് മാറാനും പുതിയ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ അഫർമേഷൻസ് ഒക്കെ ഉപയോഗിക്കാം. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഈ അഫർമേഷൻസ് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഒന്ന്, നമുക്കിത് മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറയാം. എവിടെയെങ്കിലും ഒരു തവണ എഴുതി വെച്ചിട്ട് അത് മനസ്സിൽ ഇങ്ങനെ വായിക്കുക, മാക്സിമം അത് ഫീൽ ചെയ്യുക. ഒരു 5 മിനിറ്റ്സോളം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ പറയാം. അതൊരു പ്രാക്ടീസാണ്. ഇനി പറയാൻ മടിയുള്ള ആൾക്കാർക്ക് ഇത് എഴുതാം. ഈ അഫർമേഷൻസ് ഓരോന്നും ഒരു 5 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതാം. അതൊരു പ്രാക്ടീസാണ്. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. പറയാൻ ഇഷ്ടമുള്ള ആളുകൾ പറയുക, എഴുതാൻ ഇഷ്ടമുള്ള ആളുകൾ എഴുതുക. ഇനി ഇത് വേറൊരു പ്രോസസ്സ് ഞാൻ പറഞ്ഞുതരാം. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ നോക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഓരോന്നും ഇങ്ങനെ ഒന്ന് വായിക്കുക. ഒന്ന് ജസ്റ്റ് വായിക്കുക, എന്നിട്ട് അത് വെള്ളത്തിൽ നോക്കി ഒരു 5 തവണ പറയുക. അടുത്ത സെൻറ്റൻസ് വായിക്കുക, അത് വെള്ളത്തിൽ നോക്കിയിട്ട് ഒരു 5 തവണ പറയുക. അങ്ങനെ ഒരു പൊട്ടുന്ന ടൈപ്പ് ഗ്ലാസ് എടുത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ നോക്കി ഇതിങ്ങനെ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ആ വെള്ളം കുടിക്കുക. ഓരോ അഫർമേഷൻസും 5 തവണ പറയുക. അങ്ങനെ രാവിലെയും വൈകുന്നേരം പ്രാക്ടീസ് ചെയ്യാം. എണീറ്റ ഉടനെയും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപും. പറയലാണെങ്കിലും എഴുതലാണെങ്കിലും വാട്ടർ ടെക്നിക്കിലാണെങ്കിലും ഒക്കെ ഇത് അപ്ലൈ ചെയ്യുക. ഈ 3 ടെക്നിക്കുകളാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ടെക്നിക്ക്. ഇത് ചെയ്യുന്നത് വഴി നമുക്ക് ഇൻസെക്യൂരിറ്റീസ് മാറുകയും പുതിയ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാനും സാധിക്കും. യാതൊരു സംശയവുമില്ല. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ? സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോ. ഇനി അതല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഇപ്പം സ്നേഹിക്കുന്ന ആളെ എനിക്ക് അത്ര പ്രയോറിറ്റി നൽകുന്നില്ല, എനിക്ക് അത്ര വാല്യൂ നൽകുന്നില്ല, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഇടുക, പ്രയോറിറ്റി ആൻഡ് വാല്യൂ അഫർമേഷൻ, അല്ലെങ്കിൽ വാല്യൂ ആൻഡ് പ്രയോറിറ്റി അഫർമേഷൻ എന്ന്. അപ്പം നിങ്ങൾക്ക് ഞാനൊരു പവർഫുൾ അഫർമേഷൻ അയച്ചു തരാം. ഈ അഫർമേഷൻ എല്ലാ ദിവസവും രാവിലെ എണീറ്റ ഉടനെ ഒരു 5 മിനിറ്റ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യുക. അത് തുടർച്ചയായിട്ടൊരു 2 വീക്സ് 3 വീക്സോളം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ആ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി നൽകും, വാല്യൂ നൽകും, യാതൊരു സംശയവുമില്ല. അത് മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഫർമേഷൻ അയച്ചു തരാം. ഫ്രീ ആയിട്ടാണ് അയച്ചു തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മെസ്സേജ് ഇട്ടോ. ഓക്കെ, ഫ്രീ ആയിട്ട് അയച്ചു തരാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.